1979 പിളർപ്പിന് ശേഷം മാണിയും ജോസഫും നേർക്കുനേർ നിന്ന് പോരാടിയ 80 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മണ്ഡല പുനർനിർണയത്തിൽ ഇല്ലാതായ മൂവാറ്റുപുഴയായിരുന്നു തട്ടകം. KM മാണി LDFിന്റെയും PJ ജോസഫ് UDFിന്റെയും ഭാഗം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനായ ജോർജ് ജെ മാത്യു ആയിരുന്നു LDFിന്റെ സ്ഥാനാർത്ഥി. ചിഹ്നമാകട്ടെ ഈ കാണുന്ന കുതിരയും. ജോർജ് ജോസഫ് എന്ന ബേബി മുണ്ടക്കലായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ചിഹ്നമാകട്ടെ ഈ കാണുന്ന ആനയും. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കുറഞ്ഞത് 1.5 ലക്ഷത്തോളം വോട്ടിന് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പണ്ഡിതർ കണക്ക് കൂട്ടി. എന്നാൽ ശരിക്കുമുള്ള ടിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആനയും കുതിരയും മത്സരിക്കുന്നയിടത്ത് ഈ അലങ്കരിച്ച് നിൽക്കുന്ന ഒട്ടകത്തിന് എന്താണ് സ്ഥാനമെന്ന് ചോദിക്കരുത്. കാരണം ആ തെരഞ്ഞെടുപ്പിലെ ഹീറോ ഈ കാണുന്ന ഒട്ടകമാണ്. ജോർജ് ജെ മാത്യുവിനെ പരാജയപ്പെടുത്താൻ NV ജോർജ് എന്ന അപരനെ ജോസഫ് ഗ്രൂപ്പ് കളത്തിലിറക്കി. അപര സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ചിഹ്നമാകട്ടെ ഒട്ടകവും. ബാലറ്റ് പേപ്പറിൽ കുതിരയെയും ഒട്ടകത്തെയും തിരിച്ചറിയാതെ പലരും ഒട്ടകത്തിന് വോട്ട് കുത്തി. വോട്ടിട്ട് പുറത്തിറങ്ങിയ പലരും ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കുതിരയ്ക്ക് ഒരു കൂനുണ്ടല്ലോ കൊച്ചനെയെന്ന്. അപരനായി ഒട്ടകം ചിഹ്നത്തിൽ മത്സരിച്ച NV ജോർജ് 11,850 വോട്ട് നേടി. 4,330 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥിയുടെ തോൽവി. അങ്ങനെ ഒട്ടകം വെച്ച കെണിയിൽ കുതിര വീണു. ആനയും കുതിരയും ഒട്ടകവും ഒന്നുമില്ലെങ്കിലും 4.5 പതിറ്റാണ്ടിന് ശേഷം കേരള കോൺഗ്രസുകൾ കോട്ടയത്ത് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പ്. കോട്ടയത്ത് നിന്ന് ഷിനോജ് ST, മാതൃഭൂമി ന്യൂസ്.